ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, നമ്മുടെ നാടൻ ചായക്കടകളിലൊക്കെ പുട്ടിൻ്റെ ഒപ്പം അതുപോലെ തന്നെ വെള്ളയപ്പത്തിൻ്റെ ഒക്കെ ഒപ്പം കിട്ടുന്ന ഗ്രീൻ പീസ് കറി ഉണ്ടല്ലോ. പുട്ടും പപ്പടവും അതിൻ്റെ ആ മുകളിലേക്ക് നല്ല അടിപൊളി ഗ്രീൻ പീസിൻ്റെ കറിയും കൂടി ഒഴിച്ചേ അതങ്ങോട്ട് കഴിക്കുമ്പോഴുള്ള ഒരു സ്വാദുണ്ടല്ലോ. അതേപോലെ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസിൻ്റെ കറിയാണ്. ഇതിനായിട്ടേ കുറച്ച് ഗ്രീൻ പീസ് തലേ ദിവസം തന്നെ രാത്രി കുതിർത്താൻ അങ്ങോട്ട് വെച്ചിട്ടെ കുതിർന്നങ്ങോട്ട് വരുമ്പോഴേക്കും ഗ്രീൻ പീസ് എത്ര കുതിർന്നാലും വേവിന് കുറവൊന്നും ഉണ്ടാവില്ല. അത് വേവിച്ചെടുക്കാനായിട്ട് ഏറ്റവും നല്ലത് കുക്കറിലിട്ട് വേവിക്കുന്നത് തന്നെയാണ്. കുക്കറിലിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണേ. അത് വെന്ത് കഴിയുമ്പോഴേക്കും അതൊന്ന് ജസ്റ്റ് ഒന്ന് താളിച്ചങ്ങോട്ട് എടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടണം. കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പിലയും ഒരു ചെറിയൊരു സവാളയും മൂന്നോ നാലോ വെളുത്തുള്ളിയുടെ അല്ലിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ പച്ചമുളക് ഒരു 2 പച്ചമുളക് മതിയാവും. അതും കൂടി അങ്ങോട്ട് ഇട്ടിട്ടെ അത് നല്ല വണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണേ. ഇപ്പം അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കുമ്പോഴേക്കും അതിലേക്ക് ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വഴറ്റി അങ്ങോട്ട് എടുക്കാൻ പറ്റും. ഇതങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും പിന്നെ ഇതിൽ കുറച്ച് മസാലപ്പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ഓളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇതെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടെ അതിൻ്റെ ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറണ വരെ ഒന്ന് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണേ. ഇത് അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മൾ ആ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതങ്ങനെ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അത് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് അത് വേവിക്കാൻ വെക്കേണ്ടത്. ഗ്രീൻ പീസ് ആ വേവിക്കാൻ ഒഴിക്കുന്ന വെള്ളം തന്നെ മതിയാവും ഇതില്. ഇപ്പൊ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിക്കുക. ഇതെല്ലാം അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് തിളച്ചങ്ങോട്ട് ഇത് വരുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഇപ്പൊ വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കൂട്ടുകാരെ. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.